നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് എന്നും ചൈന ഒരു ഭീഷണിയാണ്. ഇപ്പോഴിതാ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ആശങ്കയുയർത്തി ബ്രഹ്മപുത്ര നദിയിൽ ചൈനയുടെ അണക്കെട്ട് വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ചൈന അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയോടടുത്ത് ടിബറ്റ് മേഖലയിലാണ് അണക്കെട്ട് പണിയുന്നത്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇത് ബാധിക്കുമെന്ന ആശങ്കയും ഇതിനോടൊപ്പം ഉയരുന്നത്. 13,700 കോടി ഡോളറിന്റെ നിർമ്മാണ പദ്ധതിക്ക് ചൈനീസ് സർക്കാർ അംഗീകാരം നൽകിയതായി ദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഹിമാലയൻ നിരകളിലെ വൻ കൊക്കയോട് ചേർന്ന് ബ്രഹ്മപുത്ര നദി ദിശ മാറി അരുണാചൽ പ്രദേശിലേക്ക് ഒഴുകുന്നിടത്താണ് ജലവൈദ്യുതി പദ്ധതി വരുന്നത്. അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ്. ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായി അറിയപ്പെടുന്ന ചൈനയുടെ തന്നെ 3 ഗോർജസ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണ് ബ്രഹ്മപുത്രയിലേത്. യാർലുങ് സാങ്പോ നദി ഒഴുകുന്ന താഴ്ന്ന പ്രദേശത്ത് അണക്കെട്ട് നിർമ്മിക്കാനാണ് ചൈനയുടെ പദ്ധതി. ഈ അണക്കെട്ട് യാഥാർത്ഥ്യമായാൽ പ്രതിവർഷം 30,000 കോടി കിലോ വാട്ടർ പെർ ഹവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് 2020 പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ചൈനയുടെ അനുമാനം. ഇപ്പോൾ മധ്യ ചൈനയിലെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ 3 ഗോർജസ് അണക്കെട്ടിന്റെ 8,820 കോടി കിലോ വാട്ട് ശേഷിയുടെ 3 ഇരട്ടിയിലധികം വരും ഇത്. ചൈനയുടെ കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഈ പദ്ധതി പ്രധാന പങ്ക് വഹിക്കുമെന്നും എഞ്ചിനീയറിംഗ് പോലുള്ള അനുബന്ധ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുമെന്നും ടിബറ്റിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. യാർലുങ് സാങ്പയുടെ ഒരു ഭാഗം 2000 മീറ്റർ, അതായത് 6,561 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത്. ഇത് വലിയ ജലവൈദ്യുതി സാധ്യതകളും എഞ്ചിനീയറിംഗ് വെല്ലുവിളികളും വാഗ്ദാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് 3 ഗോർജസ് അണക്കെട്ടിനെ മറികടന്നേക്കും. ഇതിന് 3,483 കോടി ഡോളറാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 14 ലക്ഷം ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതായി വരും. അണക്കെട്ടിനെ കുറിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പദ്ധതി പ്രാദേശിക പരിസ്ഥിതിയെ മാത്രമല്ല താഴെയുള്ള നദിയുടെ ഒഴുക്കിനെയും ഗതിയെയും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യാർലുങ് സാങ്പോ ടിബറ്റിൽ നിന്ന് തെക്കോട്ടൊഴുകി ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ്, അസം സംസ്ഥാനങ്ങളിലേക്ക് കടന്ന് ഒടുവിൽ ബംഗ്ലാദേശിലെത്തുന്നു. ഇന്ത്യയിലെത്തുമ്പോൾ യാർലുങ് സാങ്പോ ബ്രഹ്മപുത്ര നദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടിബറ്റിലെ ജലവൈദ്യുതി പദ്ധതികൾ ചൈനയുടെ ജലവൈദ്യുതി ശേഷിയുടെ 1/3 കൂടുതൽ കൈവശം വയ്ക്കുന്നത് പരിസ്ഥിതിയിലോ താഴ്ന്ന ജലവിതരണത്തിലോ വലിയ സ്വാധീനം ചെലുത്തില്ലെന്നാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും അണക്കെട്ടിനെ കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. പദ്ധതി പ്രാദേശിക പരിസ്ഥിതിയെ മാത്രമല്ല നദിയുടെ താഴോട്ടുള്ള ഒഴുക്കിനെയും ഗതിയെയും മാറ്റാൻ സാധ്യതയുണ്ട്. യാർലുങ് സാങ്പോ ടിബറ്റിൽ നിന്ന് തെക്കോട്ട് ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിലേക്കും അസം സംസ്ഥാനങ്ങളിലേക്കും ഒടുവിൽ ബംഗ്ലാദേശിലേക്കും ഒഴുകുമ്പോൾ അത് ബ്രഹ്മപുത്ര നദിയായി മാറുന്നു. ഏതായാലും നമ്മുടെ ബ്രഹ്മപുത്ര നദിക്കാണ് ഇത് ഭീഷണിയായി മാറുന്നത്.